നമസ്കാരം. മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഭരണി, പൂരം, പൂരാടം എന്നീ ഈ 3 നക്ഷത്രങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുവാൻ സാധ്യതയുള്ള ഫലങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഏകദേശം 1 മാസക്കാലത്തേക്കുള്ള നമ്മുടെ ഗ്രഹസ്ഥിതി, അതിനുശേഷം ഗ്രഹസ്ഥിതിയിൽ മാറ്റങ്ങൾ വരും. 1 മാസത്തിനുള്ളിൽ തന്നെ പല ഗ്രഹങ്ങൾക്കും മാറ്റങ്ങൾ വരും. അപ്പോൾ ആ ഗ്രഹസ്ഥിതി അനുസരിച്ച് നമുക്കിപ്പോൾ ലഭിക്കുവാൻ സാധ്യതയുള്ള 3 നക്ഷത്രങ്ങൾ. അപ്പോൾ ഈ 3 നക്ഷത്രങ്ങളുടെ പൊതുവായ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഈ 3 നക്ഷത്രങ്ങളുടെയും നക്ഷത്രനാഥൻ ശുക്രനാണ്. ആ ശുക്രൻ ഏറ്റവും ശുഭനായ ഗ്രഹമാണ്. 20 വർഷം ആണ് ശുക്രൻ്റെ ദശാസമയം. വിവാഹകാരകൻ, ദാമ്പത്യകാരകൻ, അതേപോലെ തന്നെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ആൾക്കാർക്കുള്ള കാരകത്വം, അതുപോലെ ബിസിനസ് പങ്കാളിത്തങ്ങൾ, ഇതിൻ്റെയൊക്കെ കാരകത്വം ശുക്രനാണ്. അപ്പോൾ ആ ശുക്രൻ നമ്മുടെ ജാതകത്തിൽ ശുഭനായിട്ട് നിന്നാൽ അത് നമുക്ക് വളരെ ഗുണപ്രദമാകും. അപ്പോൾ ഈ 3 നക്ഷത്രങ്ങളുടെ നക്ഷത്രനാഥൻ ശുക്രനാണ്. അതിൽ 3 നക്ഷത്രങ്ങൾക്കും രാശി അധിപൻ പ്രത്യേകമാണ്. അപ്പോൾ അതേപ്പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഈ 3 നക്ഷത്രങ്ങളും പൊതുവിൽ വിവാഹ ആലോചനകൾക്ക് മധ്യമരഞ്ജു ദോഷമുള്ള നക്ഷത്രങ്ങൾ കൂടിയാണ്. അതേപ്പറ്റി വിവാഹ ആലോചനകൾ ആവുന്ന സമയത്ത് മാത്രം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യം ഭരണി നക്ഷത്രത്തെക്കുറിച്ച് പറയാം. അതിനു മുൻപായിട്ട് എല്ലാ വീട്ടിലും പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളുടെ സംശയങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് ചോദ്യങ്ങളായിട്ട് ചോദിക്കുക. ജനന സമയവും തീയതിയും നക്ഷത്രവും ജനനസ്ഥലവും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും വാട്സപ്പിൽ എഴുതി എനിക്ക് മെസ്സേജായിട്ട് അയയ്ക്കുക. 1 ദിവസത്തിനുള്ളിൽ തന്നെ അതിന് ഞാൻ മറുപടി നൽകുന്നതാണ്. ഇത് തികച്ചും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. കവടി പ്രശ്നം നോക്കണമെങ്കിലോ പിന്നീട് നിരവധി തവണ ഒരേ കാര്യം നോക്കുന്നവരോ മാത്രം ദക്ഷിണ നൽകിയാൽ മതിയാകും. ആദ്യ തവണ തികച്ചും സൗജന്യമായിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാതെ വ്യക്തിപരമായ കാര്യങ്ങൾ വാട്സപ്പിൽ കൂടി ചോദിക്കുക. ഭരണി നക്ഷത്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ചൊവ്വ മേടം രാശിയിൽ നിൽക്കുന്നു. അതായത് ഭരണി നക്ഷത്രത്തിൻ്റെ രാശി അധിപൻ ചൊവ്വ ആ നക്ഷത്രം നിൽക്കുന്ന രാശിയിൽ തന്നെ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് ഗുണകരമാണ്. അതേപോലെ വ്യാഴം 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുന്നു. 12ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു. അതായത് നഷ്ടസ്ഥാനത്ത് ഒരു പാപഗ്രഹമായ രാഹു നിൽക്കുന്നത് ഗുണകരമാണ്. 3ാം ഭാവത്തിൽ, അതും ദുസ്ഥാനമാണ്, അവിടെ ബുധനും ശുക്രനും സൂര്യനും നിൽക്കുന്നു. അപ്പോൾ ബുധനും ശുക്രനും സൂര്യനും ദുസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് പൊതുവിൽ ദോഷങ്ങൾ ആകാമെങ്കിൽ പോലും അവിടെ ബുധൻ സ്വക്ഷേത്ര ബലവാനും ശുക്രൻ ബുധൻ്റെ ബന്ധുവും ആയതുകൊണ്ട് പൊതുവിൽ അവർക്ക് ദോഷങ്ങൾ കുറഞ്ഞിരിക്കും. ആദിത്യൻ മാത്രം അല്പം ദോഷകാരിയായിട്ടാണ് ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉള്ളത്. പൊതുവിൽ ഇവർക്ക് അനുകൂലമായ സമയം തന്നെയാണ്. 11ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി, ഏത് ഗ്രഹങ്ങൾക്കും ഇഷ്ടസ്ഥാനമായ 11ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇവർക്ക് വളരെ ഗുണപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇവർക്ക് ഇപ്പോൾ വാഹന യോഗം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ധനത്തിന് വരവ് നല്ലവണ്ണം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ, ആഗ്രഹം അനുസരിച്ചുള്ള ഉയർച്ചകൾ ഇവയൊക്കെ ഇപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കാനും ഒക്കെ ഇടവരുന്നൊരു സമയമാണ്. എന്നാൽ ആദിത്യൻ അല്പം ദോഷകാരിയായിട്ട് നിൽക്കുന്നതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകാം. ഓഹരി വിപണിയിലും ഊഹക്കച്ചവടം ചെയ്യുന്നവർക്കുമൊക്കെ വളരെ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. അവർക്ക് തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. വിദ്യാസ്ഥാനത്തിൽ വ്യാഴമാണ് നിൽക്കുന്നത്. ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്ക് അവർക്ക് പ്രവേശനം ലഭിക്കുവാനും ഒക്കെ ഗുണപരമായ സമയമാണ്. എന്നാൽ തൊഴിൽ അന്വേഷകർക്ക് അത്ര അനുകൂല സമയം അല്ല ഇപ്പോഴുള്ളത്. പൂരം നക്ഷത്രം, അതിൻ്റെ നക്ഷത്രനാഥൻ ശുക്രനാണ്. രാശിയുടെ അധിപൻ ആദിത്യനാണ്. ഇവിടെ ആദിത്യനും ബുധനും ശുക്രനും 11ാം ഭാവത്തിൽ നിൽക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞു 11ാം ഭാവം എല്ലാ ഗ്രഹങ്ങൾക്കും ഇഷ്ടസ്ഥാനമാണ്. അപ്പോൾ പൂരം നക്ഷത്രത്തിൻ്റെ രാശി അധിപൻ കൂടെ ആദിത്യൻ വളരെ ശുഭനായിട്ട് 11ാം ഭാവത്തിൽ നിൽക്കുന്നു. വ്യാഴം കർമ്മസ്ഥാനത്തും ചൊവ്വ ഭാഗ്യസ്ഥാനത്തും നിൽക്കുന്നു.
അഷ്ടമത്തിൽ രാഹുവും നിൽക്കുന്നു, 7-ൽ ശനിയും നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ലഭിക്കുന്നത്. കാരണം ബുധനും ശുക്രനും 11-ാം ഭാവത്തിൽ, ആദ്യത്തിനും 11-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള മെച്ചങ്ങൾ, വിദ്യാർത്ഥികൾക്ക് ഗുണകരം, ഭാര്യ ഭർത്താക്കന്മാർക്ക് ദാമ്പത്യ ജീവിതം അവർക്കൊക്കെ ഗുണകരമായിട്ട് വരുന്നു. കർമ്മസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതിനാൽ കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്നത്, ജോലിയിൽ ഉയർച്ചകൾ, പുതിയ ജോലി തേടുന്നവർക്ക് അനുകൂലമായ അവസ്ഥ ഇതൊക്കെ ഉണ്ടാകുന്നെങ്കിലും 9-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ, അതായത് കാരകോ ഭാവനാശായ എന്നൊരു പ്രമാണമുണ്ട്. കാരകൻ കാരകസ്ഥാനത്ത് വരുന്നത് ഭാവത്തിന് ദോഷം ചെയ്യുന്നു. അപ്പോൾ ഭാഗ്യസ്ഥാനാധിപനായ ചൊവ്വ നിൽക്കുന്നതിനാൽ ഇവർക്കൊരു ഭാഗ്യ തടസ്സം ഉണ്ടാകുന്നുണ്ട്. അതായത് മുമ്പ് പറഞ്ഞ എന്തെല്ലാം ഗുണങ്ങൾ ലഭിക്കുവാനുള്ള അർഹതയുണ്ടെങ്കിലും ഭാഗ്യ തടസ്സം നിമിത്തം അത് തൽക്കാലം ലഭിക്കാതെ പോകാനുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇവർക്ക് സുബ്രഹ്മണ്യ പ്രീതി വളരെ അത്യാവശ്യമായ കാര്യമാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം തൊഴുത് പ്രാർത്ഥിക്കുന്നത് നിമിത്തം ഇവർക്ക് ഭാഗ്യങ്ങളൊക്കെ അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട്. പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കാനുള്ള കഴിവ് ഇവർക്ക് ഉണ്ട്. വിദേശത്തേക്ക് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്ര അനുകൂലമായ സമയമല്ല. ബിസിനസ്സുകാർക്ക് പൊതുവെ അനുകൂലമായ സമയമാണ്. ഭാഗ്യ തടസ്സങ്ങൾ പരിഹരിച്ചാൽ ഇവർക്ക് തീർച്ചയായിട്ടും ഗുണമുണ്ടാകും. ഇവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ഇവർക്ക് സാധിക്കുക തന്നെ ചെയ്യും. പൂരാടം നക്ഷത്രക്കാർക്ക് നക്ഷത്രനാഥൻ ശുക്രനും രാശി അധിപൻ വ്യാഴവുമാണ്. പൊതുവിൽ ഈ പൂരാടം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കൂടുതൽ ഗ്രഹങ്ങളും ദുസ്ഥാനത്താണ് നിൽക്കുന്നത്. വ്യാഴം 6-ാം ഭാവത്തിലാണ്, ദുരിതസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. 7-ാം ഭാവം മാരകസ്ഥാനത്താണ് ആദിത്യനും ബുധനും ശുക്രനും നിൽക്കുന്നത്. ഇതൊന്നും ഇവർക്കത്ര ഗുണകരമായിട്ടല്ല. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയും ഇവർക്ക് അല്പം ഗുണം നൽകുന്നുണ്ട്. സന്താന സ്ഥാനത്ത് ചൊവ്വ നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും സന്താനങ്ങൾക്ക് ഗുണപരമല്ല. അതേപോലെ സന്താനങ്ങളെ കൊണ്ട് വിഷമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ഭാഗ്യസ്ഥാനാധിപൻ 6-ലാണ് നിൽക്കുന്നത്. അതായത് ഇവർക്കും ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നില്ല. അത് ദുരിതസ്ഥാനത്താണ് നിൽക്കുന്നത്. പൊതുവിൽ മനപ്രയാസം ഉണ്ടാകാവുന്ന ഒരു സമയമാണ് പൂരാടം നക്ഷത്രക്കാർക്കുള്ളത്. ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് പരിഹരിക്കുവാൻ സാധിക്കും. അപകടങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയമാണ്. സഹപ്രവർത്തകരോട് വളരെ സൂക്ഷിച്ച് ഇടപെടേണ്ടതുണ്ട്. കാരണം സ്വന്തം വാക്കുകൾ ഇവർക്ക് ദോഷമായി തരാനുള്ള സാധ്യതകളുണ്ട്. പരസ്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഒഴിവാക്കുക ഈ സമയത്ത് പൂരാടം നക്ഷത്രക്കാർക്ക് അത്യാവശ്യമാണ്. വീണ്ടും രാശി മാറ്റത്തോടു കൂടിയിട്ട് ഇവർക്ക് വ്യത്യസ്തമായ ഗുണങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ അല്പം സമയം ദോഷമാണ് ഇവർക്കുള്ളത്. സർപ്പപ്രീതിയിൽ കൂടിയിട്ട് ഇവർക്ക് വളരെ ഗുണമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് ആ ഒരു ഗുണങ്ങൾ അനുകൂലമാകുവാൻ ഇടവരുത്തും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. നന്ദി, നമസ്കാരം. ശ്രീവല്ലഭോ രക്ഷതു.